തോൽപ്പിക്കുന്നതിനായി അഥവാ ദീർഘായുസ് നേടുന്നതിനായി 2.25 ലക്ഷം കോടി രൂപയുടെ രഹസ്യ പരീക്ഷണങ്ങൾ നടത്തിവരികയാണ് റഷ്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. മനുഷ്യരാശി പിന്തുടരുന്ന ഒരു സ്വപ്നമാണ് വാർദ്ധക്യത്തെ തോൽപ്പിക്കുക, അങ്ങനെ ജീവിതം ദീർഘിപ്പിക്കുക എന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരണം വൈകിപ്പിക്കുക എന്നത്. ഒരു കാലത്ത് ഇതെല്ലാം പുരാണങ്ങളുടെയും സയൻസ് ഫിക്ഷന്റെയും ഭാഗമായിരുന്നെങ്കിലും ഇന്ന് ലോകത്തെ പ്രമുഖ ഗവേഷണശാലകളിൽ മനുഷ്യന്റെ ദീർഘായുസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടന്നുവരികയാണ്. അതിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് റഷ്യയിൽ പുരോഗമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വമ്പൻ ഗവേഷണ പദ്ധതിയാണ്. റഷ്യൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടപ്പാക്കുന്നതായി പറയപ്പെടുന്ന ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്ന പദ്ധതിയിലൂടെ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ വിപ്ലവം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിക്കായി റഷ്യ $26 ബില്യൺ, അതായത് ഏകദേശം 2.25 ലക്ഷം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ജീൻ തെറാപ്പി, അവയവങ്ങൾ 3D പ്രിന്റ് ചെയ്യൽ, ജനിതക മാറ്റം വരുത്തിയ ജീവികളിൽ മനുഷ്യ അവയവങ്ങൾ വളർത്തിയെടുക്കൽ, അതിശീത ക്രിയോതെറാപ്പി തുടങ്ങിയ ആധുനിക ആന്റി ഏജിംഗ് ശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഈ പദ്ധതിയിലൂടെ റഷ്യ നടത്തിവരുന്നത്. റഷ്യയുടെ ന്യൂ ഹെൽത്ത് പ്രിസർവേഷൻ ടെക്നോളജീസ് എന്ന പദ്ധതിയുടെ പ്രധാന മേഖലകളിലൊന്നാണ് 3D ബയോ പ്രിന്റിംഗ്. ജീവകോശങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ അവയവങ്ങൾ ലാബുകളിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ മനുഷ്യന്റെ തരുണാസ്ഥി പോലുള്ള ലളിതമായ ടിഷ്യൂകൾ വിജയകരമായി നിർമ്മിക്കാൻ ഗവേഷകർക്കായിട്ടുണ്ട്. വരും ഭാവിയിൽ കരൾ, വൃക്ക, ഹൃദയം പോലുള്ള സങ്കീർണ അവയവങ്ങളും നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ ജനിതകമാറ്റം വരുത്തിയ മൃഗങ്ങളിൽ മനുഷ്യന് അനുയോജ്യമായ അവയവങ്ങൾ വളർത്തിയെടുക്കുന്ന സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന മേഖലയിലും ഗവേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് പന്നികളിൽ വളർത്തിയെടുത്ത അവയവങ്ങൾ മനുഷ്യരിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതകളാണ് ശാസ്ത്രലോകം ഇത്തരം പരീക്ഷണങ്ങളിലൂടെ പരിശോധിക്കുന്നത്. ഈ നീക്കം അവയവദാന രംഗത്ത് വലിയ വിപ്ലവമായി തീരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അവയവദാതാക്കളുടെ ക്ഷാമത്തിന് വലിയൊരു പരിഹാരമായി മൃഗങ്ങളിൽ മനുഷ്യ അവയവങ്ങൾ വളർത്തിയെടുക്കുന്ന സാങ്കേതിക വിദ്യ ഗുണം ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ശാസ്ത്ര ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പേരും ചർച്ചാ വിഷയമാവുകയാണ്. ദ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ബെയ്ജിംഗിൽ നടന്ന സൈനിക പരേഡിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പുടിൻ നടത്തിയ അതീവ രഹസ്യമായ സംഭാഷണം അവിചാരിതമായി ചോരുകയുണ്ടായി. മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ കൃത്രിമമായി മാറ്റിവെക്കുന്നതിലൂടെ മരണത്തെ പോലും മറികടക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് പുടിനും ഷീ ജിൻപിങ്ങും തമ്മിൽ സംസാരിച്ചത്. ഇതിനു പിന്നാലെ കോശങ്ങളുടെ വാർദ്ധക്യം തടയുന്ന പുതിയ ജീൻ തെറാപ്പി മരുന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിക്കുന്നതായി റഷ്യൻ ശാസ്ത്ര സഹമന്ത്രി പ്രഖ്യാപിക്കുകയുമുണ്ടായി. ആ മരുന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആന്റി ഏജിംഗ് മരുന്നാണെന്നും റഷ്യ അവകാശപ്പെടുന്നു. എന്നാൽ റഷ്യ മാത്രമല്ല ഈ രംഗത്ത് മുന്നേറുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും നിരവധി ഗവേഷണ കേന്ദ്രങ്ങൾ വാർദ്ധക്യത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ, കോശങ്ങളുടെ പുനരുജ്ജീവനം, എപിജനറ്റിക് റീപ്രോഗ്രാമിംഗ് തുടങ്ങിയ മേഖലകളിൽ വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നുണ്ട്. അതുപോലെ തന്നെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയരും സാങ്കേതിക മേഖലയിലെ പ്രമുഖരുമായ ജെഫ് ബെസോസ്, സാം ആൾട്ട്മാൻ തുടങ്ങിയവരുടെ നിക്ഷേപങ്ങളും ഇത്തരം ഗവേഷണങ്ങളിലേക്ക് ഒഴുകുന്നതായാണ് വിവരം. അമേരിക്കൻ ഗവൺമെന്റും പ്രതിരോധ മന്ത്രാലയവും അതീവ പ്രാധാന്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ദീർഘായുസ് പരീക്ഷണങ്ങളെ നോക്കിക്കാണുന്നത്. എപിജനറ്റിക് റീപ്രോഗ്രാമിംഗ് സാങ്കേതിക വിദ്യയ്ക്കായി അമേരിക്കൻ ഭരണകൂടം $1.5 ബില്യൺ, അതായത് ഏകദേശം 12,000 കോടി രൂപയോളം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ്. US പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസിയായ ഡാർപ വികസിപ്പിച്ച ബയോക്രോണിസിറ്റി പോലുള്ള പ്രോഗ്രാമുകളിലൂടെ മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കുകളെ നിയന്ത്രിക്കാനും യുദ്ധക്കളത്തിൽ പരിക്കേൽക്കുന്ന സൈനികരുടെ കോശങ്ങളുടെ ജീർണത തടയാനുള്ള അത്യാധുനിക പ്രതിരോധ പരീക്ഷണങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇത്തരത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ പ്രധാന ലക്ഷ്യം മനുഷ്യനെ മരണമില്ലാത്തവനാക്കുക എന്നതല്ല, മറിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കുകയും ആരോഗ്യകരമായ ജീവിതം ദീർഘിപ്പിക്കുകയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതേസമയം ഇത്തരം ഗവേഷണങ്ങൾ നിരവധി ധാർമ്മിക ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ദീർഘായുസ് സാങ്കേതിക വിദ്യകൾ സമ്പന്നർക്ക് മാത്രമായി പരിമിതപ്പെടുമോ? മനുഷ്യ അവയവങ്ങൾ മൃഗങ്ങളിൽ വളർത്തുന്നത് എത്രത്തോളം സ്വീകാര്യമാകും? സമൂഹത്തിലെ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ കൂടുതൽ വർദ്ധിക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഉയരുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.